അതിന്റെ പരിധിയിൽ വെറും സൂക്ഷിച്ചോണം. പിന്നെ കുത്തുബ്, അബ്ദാല്, ഔത്താദ് ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല. കുത്തുബ്, അബ്ദാല്, ഔത്താദ് ഇതൊന്നും ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. എന്തിനാ പറയണത്? വല്ല കാര്യമുണ്ടോ? എന്നിട്ട് പറയാ വസ്തുത അതല്ല, കുത്തുബ് അബ്ദാലൊക്കെ ഉണ്ട് തന്നെയാണ്. ഞാൻ പിന്നെ എന്തിനാ ആയത്ത് പറഞ്ഞു? അത് നിഷേധിച്ചുകൊണ്ട് കാഫിറോ മുബ്തദിയോ ആവൂല. ഏത് കുത്തുബുണ്ട് അബ്ദാലുണ്ട് എന്നൊക്കെ നിഷേധിച്ചാൽ കാഫിറോ മുബ്തദിയോ ആവൂല. എന്തിനാ പറഞ്ഞു? അതിന്റെ ഉള്ളിൽ കൂടെ പലതും കിട്ടണം, എന്നാ പിടിക്കപ്പെടാനും പാടില്ല. കുത്തുബിനെ തന്നെ നിഷേധിച്ചാ പിന്നെ, കുത്തുബ് വേറെ സാധനം ഉണ്ട് തന്നെ നിഷേധിച്ചാ പിന്നെ വേറെ പലതും അതിന്റെ ഉള്ളിൽ കൂടെ നടക്കാമല്ലോ. അന്ന് പറയാൻ പേടിയാ, ഓഫീസർ കൂട്ടുന്ന പറയാം. അതുകൊണ്ടാ എന്തിനാ അത് പറഞ്ഞത്? എന്നിട്ട് പറയാ കുത്തുബ്, അബ്ദാല്, ഇതൊന്നും നിഷേധിച്ച കാഫിറോ മുബ്തദിയോ ആവൂല. പക്ഷെ വസ്തുത അതല്ല, ഉണ്ട് എന്നാണ്. ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടാത്തതുകൊണ്ടാ. എന്നാൽ പ്രിയപ്പെട്ട നജീബ് മൗലവി, കുത്തുബ്, അബ്ദാല്, ഔത്താദ് അവ ഉണ്ട് എന്നാണ് വസ്തുത എന്ന് പറഞ്ഞല്ലോ. അതിന്റെ മാനദണ്ഡം എന്ത്? ഖത്ഈയായ ദലീൽ ഇല്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഏത് ദലീലിന്റെ അടിസ്ഥാനത്തിലാണ് കുത്തുബും അബ്ദാലും ഔത്താദും ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞത്? ആ ദലീല് ഇവിടെ ഒന്ന് വിശദീകരിക്കുക. ആ ദലീലൊന്ന് വന്ന് പറ. കുത്തുബ്, അബ്ദാല്, ഔത്താദ് ഉണ്ട് എന്നാണ് വസ്തുത, ശരി എന്ന് പറഞ്ഞല്ലോ. അതിന്റെ ദലീൽ എന്താ? ഖത്ഈയായ ദലീലില്ല. ഏതായാലും എന്നാ പിന്നെ ആ ദലീല് ഏത്? അതിനീ പറയുന്ന ദലീലുണ്ടല്ലോ, ആ ദലീല് വെച്ചുകൊണ്ട് ത്വരീഖത്തിന്റെ മുഴുവൻ കാര്യങ്ങളും സമർത്ഥിക്കാൻ കുത്തുബുകളുടെ മുരീദുകൾ ഒരുക്കമാണ്. സംശയം വേണ്ട ആ കാര്യത്തിന്. മനസ്സിലായോ? ആ ദലീല് ഇവിടെ വന്ന് പറഞ്ഞാലേ അതിന്റെ അടിസ്ഥാനത്തിൽ ത്വരീഖത്ത് എന്തൊക്കെ ഉണ്ടോ മുഴുവൻ തെളിയിച്ച് എന്തേ പറയുന്നു? വെറുതെ തെൽബീസ് നടത്തി രക്ഷപ്പെടുന്നു വിചാരിച്ചോ? കാഫിറും മുബ്തദിയും ഒന്നും ആവൂല, പലതും ആവും. അത് മനസ്സിലായിക്കൊണ്ട് എന്താ ആവലറിയോ? قد قلت بالإذن من مولاك مؤتمرا قدمي على رقبات الأولياء ترى فكلهم قد رضوا وضع لها بشرا എന്ന് പറഞ്ഞിട്ട് إلا أبا بكر منهم فتاب فدا وسط المعالي جما معي الدين. എന്റെ കാല് മുഴുവൻ മശായിഖുമാരുടെയും പെരടിയിലാണ്, എല്ലാ ഔലിയാക്കളുടെയും പെരടിയിലാണെന്ന് പ്രഖ്യാപിച്ചപ്പോ അത് ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതാ? ഗൗസുൽ ആലം ഖുത്ബുൽ അഖ്താബ് ആണെന്ന് ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതാ? ആണെങ്കിൽ ഉടനെ വിശദീകരിക്ക്. ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ് ആണെങ്കിൽ ഉടനെ വിശദീകരിക്ക്. അത് ഒരാൾ അംഗീകരിച്ചില്ല. അബൂബക്കർ, ഷെയ്ഖ് അബൂബക്കർ, അന്നത്തെ ഒരു ഷെയ്ഖ് അബൂബക്കർ, അയാൾ അംഗീകരിച്ചില്ല. എന്താ സംഭവിച്ചത്? കാഫിറും മുബ്തദിയും ആവൂല എന്നല്ല പറഞ്ഞ് പന്നിക്കുട്ടികൾ പെരടിയിലേക്ക് നടക്കേണ്ട ഗതികേട് ആ ഉന്നതനായ ഷെയ്ഖിന് വന്നു. കാഫിറും മുബ്തദിയും ആവൂല, പന്നിനേറ്റ് ഇങ്ങനെ നടക്കേണ്ടി വരും. എന്താ മുഹല്ലമായ നേഴ്സ് പെരടിയിലേറ്റാൻ നടക്കാനാ? എന്തേ നല്ല സുഖം ഉണ്ടാവില്ലേ? കാഫിർ മുബ്തദിയും ആവില്ല. മൻ ആദാനി വലിയൻ ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. എന്റെ ഏതെങ്കിലും ഒരു വലിയനെ ഒരാള് ശത്രുത വെച്ചാല് ഓനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന ആള് വലിയ ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെടുവോ? ഖുർആനിലും ഹദീസിലും ഉണ്ടാവോ? ഇജ്മായിലും ഉണ്ടാവോ? ഇന്ന ആള് വലിയ ഉണ്ടാവോ? അതില്ലാത്ത ആളാണെങ്കിലും ഒരു വലിയായ ആളെ എതിർത്താൽ എന്താ ഉണ്ടാവുക? കാഫിറാവില്ല, മുബ്തദിയാവില്ല. ഫഖദ് ആദംതുഹു ബിൽ ഹർബ്. അല്ലാഹു അവനോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഞാനും അവരും തമ്മിൽ യുദ്ധത്തിലാണെന്ന് പടച്ച തമ്പുരാൻ പറയുന്നു. എന്താ ഉണ്ടാവുക? നിഷേധിച്ച കാഫിറും മുബ്തദിയാവില്ല, അല്ലാഹു യുദ്ധം പ്രഖ്യാപിക്കും. സൂൽ ഖാത്തിമ, കാഫിറായി ചത്തുപോകാൻ അവസരം ഉണ്ടാവും. ഫിഖ്ഹിന്റെ ഉലമാക്കളെ മുബ്തദിയാന്ന് വിധിക്കൂല, ശരി തന്നെയാണ്. കാഫിറായി ചത്തുപോകും, അത് പോകില്ല എന്നവര് പറഞ്ഞിട്ടില്ല. ഔലിയാക്കളെ എതിർത്താലേ പറഞ്ഞിക്കണോ? ഒരു വലിയ ഖത്ഈയായ ദലീലുണ്ടാവോ? ഖത്ഈയായ ദലീലല്ലോ. അത് എതിർത്താലും കാഫിറും മുബ്തദിയാണെന്ന് ഫിഖ്ഹിന്റെ ഉലമാക്കളെ വിധിക്കൂല, കാഫിറായി ചത്തു പോകും.
പറ്റുമോ? അതാ വേണ്ടി കാഫിർ മുബ്തദിയും ആവില്ല. മദ്ഹബ് സ്വീകരിക്കല് ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതാ. നാലാലൊരു മുഅയ്യനായ മദ്ഹബ് അത്തമദ്ഹബു ബിമദ്ഹബിൻ മുഅയ്യനിൻ മിനൽ മദാഹിബിൽ അർബഅ. നാലാലൊരു മദ്ഹബിൽ നിന്ന് മുഅയ്യനായ കൃത്യമായ ഒരു മദ്ഹബ് ഒരാള് എല്ലാ വിഷയങ്ങളിലും സ്വീകരിക്കണമെന്നത് ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടതാണോ? അതും എന്ന് പറയും ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല. നാലാലൊരു മദ്ഹബ് മുഅയ്യനായി സ്വീകരിക്കണമെന്ന് ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് വന്ന് പറയും. ഏതായാലും വഹാബികളും തരീഖത്തുകാരാണ്, തസവ്വുഫിന്റെ ആൾക്കാരാണെന്നുള്ള പറഞ്ഞേ, ഒരു മദ്ഹബിന്റെ ആൾക്കാരോട് ആയിക്കോട്ടെ. എന്താ എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊന്നാരെ അപ്പോഴേ കൊല്ലുന്ന നന്ദി ഞാനെന്നോവർ. അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. എന്റെ വചനത്തെ അത് ശരിയല്ല, അങ്ങനല്ല എന്ന് പറഞ്ഞാല് എന്താ ഉണ്ടാകാറിയോ? അപ്പോഴേ കൊല്ലുന്ന നന്ദി ഞാനെന്നോ, ഞാൻ അവനെ കൊല്ലും. ഞാന് ആ പറഞ്ഞത് ശരിയാണെങ്കിൽ ഖത്ഈയായ ദലീലൊന്നും ഉണ്ടാവില്ല. ഓസുലാദം പറഞ്ഞതിന് ഖത്ഈയായ ദലീൽ ഉണ്ടാവോ? ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് വിശദീകരിക്കുക, ഏതാണ് ആ ദലീല്? അപ്പൊ ആ ദലീൽ അനുസരിച്ച് അബുദാലും കുത്തുബും ഉണ്ടെന്നുള്ളതും ഖത്ഈയാക്കണം, അതിന് സംശയം വേണ്ട. അതുണ്ടായ എന്താണ്? കാഫിറും ആവില്ല, മുബ്തദിയും ആവില്ല. പക്ഷേ അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും പോക്കും അതെന്നോവർ. ദീനും ദുന്യാവും ആഖിറവും അവിടെ പോവും. ആള് കാഫിറാവില്ല. ആള് കാഫിറാണെന്ന് ഫിഖ്ഹിൽ പറയില്ല, ഫിഖ്ഹിന്റെ ഉലമാക്കള് വിധി എഴുതൂല. ആള് കാഫിറാണെന്ന് ആനക്കാരും ചേരക്കാരും ആനയും കുതിരയും ഒന്നും പറയില്ല, മുബ്തദിയാണെന്ന് പറയില്ല. പക്ഷെ ശേഷം ദുന്യാവേയും ആഖിറം നഷ്ടപ്പെടും. ദുന്യാവിലെ കാര്യങ്ങൾ ഇങ്ങനെ ഫത്വയായിട്ട് നടന്നാ പോരാ, ആഖിറം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്, അത് ഓർക്കണം. അതിന് ഖത്ഈയായ ദലീലില്ല. ആള് ജനങ്ങളെ വഴിതെറ്റിച്ചാല് യസീദ് മൗലവി